ഇവിടെ നിന്ന് ഏകദേശം 20-30 അടി ആഴവും വീതിയും ഉണ്ടായിരുന്നു. ഈ കരയിൽ നിന്ന് നീന്തിയും പോകാമായിരുന്നു, തോണിയിലും പോകാമായിരുന്നു, പിന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇതൊരു 5 വർഷം മുൻപ് ഇപ്പുറത്തുള്ള ഘോരമാരയുടെ കൂടെ മുങ്ങിപ്പോയിരുന്നു. ആൾക്കാർ നടന്നു വരുമായിരുന്നു. ഇപ്പോഴില്ല, ആ കാലം പോയി. ഞാൻ സുന്ദർബൻസിലാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ആവാസ വ്യവസ്ഥ. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം എന്നത് വിദൂരമായൊരു ഭീഷണിയല്ല, മറിച്ച് ഇവിടുത്തെ ഒരുപാട് ആളുകൾക്ക് അതൊരു ജീവിത യാഥാർത്ഥ്യമായ ഒരിടം കൂടിയാണിത്. ഇപ്പോൾ ഇത് ഘോരമാര എന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരു ഫെറിയാണ്. കഴിഞ്ഞ 15-20 വർഷമായി വാർത്തകളിൽ സ്ഥിരമായി ഇടം പിടിക്കുന്ന ഒരു ദ്വീപാണ് ഘോരമാര. കാരണം ഇതിനെ മുങ്ങുന്ന ദ്വീപ് എന്നാണ് വിളിക്കുന്നത്. വാസ്തവത്തിൽ അതിനടുത്തുള്ള ഒരു ദ്വീപ് ഇതിനകം അപ്രത്യക്ഷമായി കഴിഞ്ഞു. കടൽ അതിനെ വിഴുങ്ങിക്കഴിഞ്ഞു. ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് പോലെ അടുത്ത 2 ദശാബ്ദത്തിനുള്ളിൽ ഇതും അപ്രത്യക്ഷമാകും. ഇപ്പോൾ ഇത് 2026 ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ്. എന്നാൽ ഇവിടെ സുന്ദർബൻസിൽ ഈ പ്രചാരണം വേലിയേറ്റത്തിനെതിരായ ഒരു ഓട്ടം പോലെയാണ് അനുഭവപ്പെടുന്നത്. ഇവിടെയുള്ള ഗംഗാ നദിയുടെ അരിമുഖത്ത് ഞങ്ങൾ താമസിക്കുന്നത് അതിന്റെ ഇഷ്ടപ്രകാരം ലാൻഡ് ഇറോഷൻ, അതായത് മണ്ണൊലിപ്പ് സംഭവിച്ച് ഇന്ന് തീർത്തും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഏകദേശം 33,000 ഏക്കർ ബിഗ വിസ്തൃതി ഉണ്ടായിരുന്നത് ഇപ്പോഴത് വെറും 4,000 ഏക്കർ വിസ്തൃതിയിൽ മാത്രമായിരിക്കും. ഈ മണ്ണൊലിപ്പില്ലായിരുന്നെങ്കിൽ അവര്, അതായത് തലമുറകളായി, അതായത് ഒന്നിനു പുറകെ ഒന്നായി ഓരോ തലമുറയും അവരിവിടെ തന്നെ ജീവിച്ചു പോകുമായിരുന്നു. പക്ഷേ അത് ഞങ്ങളുടെ നിർഭാഗ്യമാണ്. ഞങ്ങളിപ്പോൾ ഘോരമാരയിലെത്തിയിരിക്കുന്നു. ഈ ദ്വീപിലേക്ക് എത്താനുള്ള ഒരേയൊരു മാർഗം ഈ ഫെറിയാണ്. പിന്നെ ഇവിടുത്തെ ഘട്ടുകളുടെ സാഹചര്യത്തിലേക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. കടൽ നിരന്തരം കരയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ എല്ലാം ആദ്യത്തെ സൂചന ഫെറി അടുപ്പിച്ചിരിക്കുന്ന ഈ ഘട്ടിൽ തന്നെയാണ്. ഈ സ്ഥലങ്ങളെല്ലാം, ഈ കരയെല്ലാം കടൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ കുറഞ്ഞത് അടുത്ത 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ യാഥാർത്ഥ്യം ഇതാണ്. ഈ സ്ഥലം ഇല്ലാതാകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി വന്ന് തങ്ങളുടെ വീടുകളിലേക്ക് പോകുന്ന ഈ ആളുകൾക്കെല്ലാം ഇനി അധിക കാലം ഇവിടെ വീടുകൾ ഉണ്ടാവില്ല. അത് ശരിക്കും വളരെ വളരെ പരുഷമായ ഒന്നാണ്. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോയാൽ BJPയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും കൊടികൾ കാണാം. എനിക്ക് CPMന്റെ ISFന്റെ പോലും ഒരു കൊടി കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും ഈ പ്രദേശത്ത് രാഷ്ട്രീയം വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം ബോട്ടിനുമപ്പുറം, വളരെ അപ്പുറമാണ്. പ്രശ്ന സമുദ്രമാണ്. 4 ഭാഗത്തു നിന്നും പുഴ കരയെടുക്കുകയാണ്. ഞങ്ങൾക്ക് 2-3 തവണ വീട് പണിയേണ്ടി വരുന്നു. വീണ്ടും ബണ്ട് തെട്ടുമ്പോൾ വീണ്ടും വീട് പൊളിക്കേണ്ടി വരുന്നു. പലപ്പോഴും ബണ്ട് തകർന്ന് വീട് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. യാത്രാ പ്രശ്നം. പലപ്പോഴും വേലിയിറക്കമാകുമ്പോൾ പോകാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ ഘോരമാരയുടെ ഉള്ളിലാണ്, കാശിമാര എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ പണ്ട് കാശിമാര എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത്. ഇപ്പോൾ വീണ്ടും ഇത് അവിശ്വസനീയമായി തോന്നാം, കാരണം ഇത് നമ്മുടെ കൺമുന്നിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ഏകദേശം 10-15 വർഷം മുൻപ് ഇതൊരു കടലായിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു ഗ്രാമമായിരുന്നു. 1970-കൾ വരെ ഈ ഗ്രാമപഞ്ചായത്തിൽ ലോഹചുര, കാശിമാര, ഘോരമാര എന്നിങ്ങനെ 3 സെൻസസ് ഗ്രാമങ്ങൾ ഉൾപ്പെട്ടിരുന്നു. കൂടാതെ ഈ പ്രദേശം ഏകദേശം 30 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 50 വർഷമായി ഉയരുന്ന സമുദ്രനിരപ്പ് മൂലമുണ്ടായ വലിയ തോതിലുള്ള മണ്ണൊലിപ്പ് ഈ ഭൂമിയെ അതിന്റെ യഥാർത്ഥ വലിപ്പത്തിൽ നിന്ന് ഏകദേശം 80% ചുരുങ്ങാനിടയാക്കിയിട്ടുണ്ട്. മണ്ണൊലിപ്പ് ഇതിനകം ലോഹചുരയെ വിഴുങ്ങിക്കഴിഞ്ഞു. അത് ഇതിനകം പോയി. പിന്നെ കാസിമാരയുടെ 3/4 ഭാഗവും. ഇവിടെ ഞാൻ കുട്ടിക്കാലത്ത് വാൻ ഓടിക്കുകയായിരുന്നു. ഈ ദ്വീപിൽ മുഴുവനായും ഞാൻ വാൻ ഓടിക്കുമായിരുന്നു. ഈ വശത്തുകൂടി റോഡുണ്ടായിരുന്നു, കാസിമാരയ്ക്കും അപ്പുറത്തുകൂടി റോഡുണ്ടായിരുന്നു, സ്കൂൾ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്കൂളിൽ നിന്ന് കുറച്ച് പോയാൽ ഗ്രാമത്തിനുള്ളിലൂടെ ഒരു ചന്തയുണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അമ്പലം ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ തകർന്ന് എല്ലാം പോയി. പറയുന്നത് ശരിയാണ്. താങ്കളുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം. ഞാൻ ഈ കാണുന്ന സമുദ്രം, ഇവിടെ പള്ളിയും അമ്പലവും മാർക്കറ്റും ഉണ്ടായിരുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. സമുദ്രത്തിൽ എല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പോൾ വെള്ളമായി കഴിഞ്ഞു, എല്ലാവരും താമസിക്കുന്നുണ്ട്. ഇത് എത്ര വർഷം മുൻപത്തെ കാര്യമാണ് പറയുന്നത്? 5-6 വർഷം മുൻപ് എല്ലാവരും താമസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പതുക്കെ പോയി, എല്ലാം പുഴയിലേക്ക് പോയി. ഞങ്ങൾ അപേക്ഷിച്ചിരുന്നു ഇവിടെ ബോൾഡറുകൾ ഇട്ടാൽ എന്നാലെങ്കിലും ഞങ്ങൾക്ക് കുറച്ചു കാലം താമസിക്കാൻ കഴിയുമെന്ന്. ഉദാഹരണത്തിന് ഞങ്ങളുടെ ആ ഭാഗത്ത് ബോൾഡറുകൾ ഇട്ടിട്ടുണ്ട്. അവരുടെ ആ ഭാഗത്ത് പിന്നെ മണ്ണൊലിപ്പോ മറ്റോ ഒന്നുമില്ല. ഞങ്ങളും ഇത് ആഗ്രഹിച്ചിരുന്നു. അവർ ഞങ്ങൾക്ക് അത് ചെയ്തു തരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയും. അപ്പം ഇപ്പോൾ ഇലക്ഷന് ഒരുപാട് നേതാക്കന്മാർ വന്നിട്ടുണ്ടാവുമല്ലോ, അവരോട് പറഞ്ഞില്ലേ? ഓ, നേതാക്കളൊക്കെ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേതാക്കളെല്ലാം ഒരു കീറത്തുണി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഇപ്പോൾ വോട്ട് വാങ്ങും. എല്ലാ ഭ്രാന്തൻ നേതാക്കളും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പോൾ നേതാവ് ചിന്തിക്കുന്നത് ഞാൻ എപ്പോൾ ജയിക്കുമെന്നും എപ്പോൾ എന്ത് ചെയ്യുമെന്നും ആർക്കാണ് വോട്ട് നൽകുക എന്നുമൊക്കെ ആയിരിക്കും. അവരിനി കരയിടിച്ചില്ല പറ്റി ചിന്തിക്കുവോ? ആളുകൾ എവിടെ പോകുമെന്നോ, എവിടെ എന്ത് ചെയ്യുമെന്നോ, അവരുണ്ടെങ്കിൽ നമുക്ക് വോട്ട് കിട്ടുമെന്നോ, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെന്നോ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആര് ചിന്തിച്ചിട്ടില്ല. ആര് തകർക്കൂ? നിങ്ങൾക്ക് ഏതെങ്കിലും നേതാവിൽ വിശ്വാസമുണ്ടോ? ദീദിയിലോ അതോ മോദിജിയിലോ ആരിലെങ്കിലും? ദീദിക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം ദീദി ചെയ്യുന്നുണ്ട്. ഇനി മോദി വന്നാൽ ഇനി മോദി എന്ത് ചെയ്യുമെന്ന് മോദിക്കറിയാം.
ഇപ്പൊ മോദി ആണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇതാ തരാ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ട് അങ്ങ് നടന്നു പോന്നു. നിങ്ങളുടെ അക്കൗണ്ടിൽ 5000, 6000, 10000 ഇങ്ങനെയൊക്കെ ഇട്ടു തരാമെന്ന്. എനിക്ക് വോട്ട് തരൂ, ഞാൻ വന്നാൽ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരം ചെയ്യും. അപ്പോൾ ആദ്യം ജോലി കാണട്ടെ, എന്നിട്ടല്ലേ? അല്ല, നിങ്ങൾ ആദ്യം ജോലി കാണിക്കില്ല. അവസാനം ആദ്യം നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഒടുവിൽ കാണും നിങ്ങൾ ചേച്ചിയേക്കാൾ മോശമാണെന്ന്. അപ്പോ എന്താ? ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇപ്പൊ പേടിച്ചിട്ടും ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇതിലുള്ള ഭരണകക്ഷി അവരെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. അവരിതിന്റെ ത്രൂ അയാൾക്ക് കൊടുക്കുന്നു, അയാളുടെ ത്രൂ ഇവനും കൊടുക്കുന്നു. അധികാരമുള്ളവൻ അത് ചെയ്യുമല്ലോ. അവർ പറയും കേന്ദ്രം തന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് ചെയ്യും. നിങ്ങളല്ലേ അധികാരത്തിലുള്ളത്, അപ്പോൾ നിങ്ങൾ ചെയ്തു കാണിക്കൂ. കേന്ദ്രം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? കേന്ദ്രം വരുമ്പോൾ കേന്ദ്രം ചെയ്യും. നിങ്ങൾ എത്ര നാളുണ്ടോ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. വെറുതെ ആ വക കാര്യങ്ങളൊന്നും ചെയ്യാതെ വികസനം നടത്തുന്നു, സ്കൂളിന് ഇത്ര പണം നൽകി, അമ്പലത്തിന് ഇത്ര പണം നൽകി എന്നൊക്കെ പറയുക മാത്രം ചെയ്യുക. അതെ, ഇതാണ് അവരുടെ വികസനം. ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഘോരമാരയുടെ കരഭൂമി അതിവേഗം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ചോദ്യമുയരുന്നത് സർക്കാർ ഇതിനെക്കുറിച്ച് എന്തു ചെയ്യുന്നു എന്നതാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇവിടുത്തെ മണ്ണൊലിപ്പിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് ഒരു സമഗ്രമായ പദ്ധതിക്ക് ഉത്തരവിട്ടിരുന്നുവെന്ന് നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ പറയുന്നു. ഇപ്പോൾ അവരുപയോഗിക്കുന്നു എന്ന് പറയുന്ന ചില സാങ്കേതിക വിദ്യകൾ നഗരങ്ങളിലെ മൺതിട്ടകളുടെ നിർമ്മാണം, സ്വാഭാവിക സ്ഥിരതയ്ക്കായി കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കൽ, കൂടാതെ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള കല്ലെടുക്കൽ എന്നിവയാണ്. ഈ ഗ്രാമത്തിൽ സംഭവിച്ചതുപോലുള്ള കരഭൂമിയുടെ ദ്രുതഗതിയിലുള്ള ചുരുങ്ങൽ കണക്കിലെടുക്കുമ്പോൾ ഈ നടപടികൾ പര്യാപ്തമാണോ എന്നും കടൽ ഉള്ളോട്ട് വരുന്നത് തടയാൻ അവയ്ക്ക് എത്രത്തോളം കഴിയുമെന്നതുമാണ് ചോദ്യം. ഇനിയും വെള്ളം ഉള്ളിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇവിടെ തന്നെ കഴിയേണ്ടി വരും. വേറെ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് പുറത്ത് സ്ഥലമോ ഭൂമിയോ ഒന്നുമില്ല. അതായത് ഇവിടെ നദിയിലെ വെള്ളം കയറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതിനകത്ത് കഴിയേണ്ടി വരും. ഏതു സർക്കാർ വന്നാലും, അതായത് എൻ്റെ ഘോരമാരയെ ശരിക്കും ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് ജോലികളൊക്കെ നല്ല ഭംഗിയായി നടക്കണം. ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആരെയാണ് വിശ്വാസം? ദീദിയാണോ അതോ BJP ആണോ? ആരെയാണ്? ഞങ്ങൾ മമതാ ബാനർജി. എന്തുകൊണ്ട് ദീദി? അതായത് ചെയ്യുന്ന ജോലികളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. മാറ്റം വരണം. എന്തുകൊണ്ട്? എന്തു ചെയ്യാനാണ്? ഞങ്ങൾക്ക് വീടൊന്നും തരുന്നില്ല, എല്ലാം തട്ടിയെടുത്ത് തിന്നതാണ്. TMC വന്ന് ഇങ്ങനെ ഒരു അവസ്ഥയാക്കി, ഒരു ടാർപോളിൻ പോലും തരുന്നില്ല. വീട്ടിന്റെ അവസ്ഥ ഇങ്ങനെയായിട്ടും വന്നിട്ടൊരു ടാർപോളിൻ തരുന്നില്ല, ഭക്ഷണമൊന്നും തന്നില്ല. വിഹിതം കിട്ടിയവർ അത് സ്വയം എടുത്തു. TMCക്കാർ തമ്മിൽ എടുക്കുകയാണ്. ഞങ്ങളുടെ BJP ആളുകളെന്ന് പറയുന്നതല്ല, ഞങ്ങൾ BJPക്കാരാണ്. നിങ്ങൾ BJPക്കാരനാണോ? അതെ. അപ്പോൾ BJP നിങ്ങൾക്ക് എന്ത് ചെയ്യും? BJP വരട്ടെ, എല്ലാം ചെയ്യും. കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്യും. BJP സർക്കാരിന് കാലിനടിയിൽ മണ്ണില്ല. അതെ, ജയിച്ചാൽ എല്ലാം ചെയ്യും. പോളിംഗ് ബൂത്ത് സ്ഥിതി ചെയ്യുന്നതും മുങ്ങിത്താഴുന്ന ഈ ദ്വീപിലെ നിവാസികൾ 29-ാം തീയതി വോട്ട് ചെയ്യുന്നതുമായ ഘോരമാര ഹൈസ്കൂളിൽ വെച്ച് ഞാൻ എൻ്റെ റിപ്പോർട്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നേരിയ ദുഃഖത്തോടെ ഞാൻ ഈ സ്ഥലം വിടുകയാണ്. ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ 2 പതിറ്റാണ്ടിനുള്ളിൽ ഈ സ്കൂളും ഈ ഗ്രാമം മുഴുവനും ഇല്ലാതാകുമെന്നാണ്. ഘോരമാരയിലെ നിവാസികളുടെ കൺമുന്നിലും ആളുകൾ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നതെന്ന് കാണാൻ ഇവിടെ എത്തിയ ഞങ്ങളെപ്പോലുള്ള റിപ്പോർട്ടർമാരുടെ കൺമുന്നിലും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. എന്നാൽ ഈ സ്ഥലത്തിന് കഴിയുന്നത്ര കാലം അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനെങ്കിലും എല്ലാ സർക്കാരുകളും മതിയായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്നു.